Welcome back all of you. Tahimonana. This is Arrhythmia and Antiarrhythmic Drugs video series നാലാമത്തെ video. Fourth video in the Arrhythmia series. ആദ്യത്തെ രണ്ട് വീഡിയോയിൽ നമ്മൾ arrhythmia എന്താണെന്ന് പറഞ്ഞു, പിന്നെ bradyarrhythmia പറ്റി പറഞ്ഞു, then tachyarrhythmia പറ്റി പറഞ്ഞു. മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ classification പറഞ്ഞു, then class 1 drugsനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇനി ഈ വീഡിയോയിൽ നമുക്ക് class 2 drugsനെ കുറിച്ചിട്ടും class 3 drugsനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് 2ൽ നിന്ന് തുടങ്ങാം. ക്ലാസ് 2 ആന്റിഅരിത്മിക് ഡ്രഗ്സ് ആർ ബീറ്റ ബ്ലോക്കേഴ്സ്. സോ ബീറ്റ ബ്ലോക്കേഴ്സ് ആണ് ക്ലാസ് 2 ആന്റിഅരിത്മിക് ഡ്രഗ്സ്. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. ബീറ്റ ബ്ലോക്കേഴ്സിനെ പറ്റി നമ്മളിവിടെ അരിത്മിയ റിലേറ്റഡ് യൂസസ് ആൻഡ് ഇഷ്യൂസ് അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. നോട്ട് എ കംപ്ലീറ്റ് ഡിസ്കഷൻ ഓൺ ബീറ്റ ബ്ലോക്കേഴ്സ്. അത് വലിയ ടോപ്പിക്കാണ്, അതിവിടെ ഉദ്ദേശിക്കുന്നില്ല. ദെൻ ബീറ്റ ബ്ലോക്കേഴ്സ് ഓറലി കൊടുക്കുന്നുണ്ട്, അത് തന്നെ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാം. ഓറൽ കൊടുക്കുന്നുണ്ട്. ദെൻ ഓൺലി ആസ് ഇഞ്ചക്ഷൻ, ഇതാണ് രണ്ടാമത്തെ. ഓൺലി IV ഇൻട്രാവീനസ് ആയിട്ട് മാത്രം കൊടുക്കുന്ന ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ട്. ഇപ്പൊ രണ്ട് ഗ്രൂപ്പുകൾ. ഓറലി കൊടുക്കുന്ന ഏറ്റവും ഫേമസ് പ്രൊപ്രാനലോൾ തന്നെയാണ്. പ്രൊപ്രാനലോൾ അത് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാം. നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആണ്. നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ വൈഡ്ലി യൂസ്ഡ് ഇൻ അരിത്മിയ, വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന മരുന്നാണ്. ദെൻ കാർഡിയോ സെലക്റ്റീവ് ആണെങ്കിൽ മെറ്റോപ്രലോൾ ഉണ്ട്. ഓക്കെ, മെറ്റോപ്രലോൾ. ദെൻ നമുക്ക് അറ്റനലോൾ ഉണ്ട്. ബിസോപ്രലോൾ ഉണ്ട്. ദെൻ നാഡോലോൾ ഉണ്ട്. കാർവെഡിലോൾ. ദെൻ ഇത്രയും മരുന്നുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനിയും മറ്റ് ബീറ്റ ബ്ലോക്കേഴ്സ് ഒക്കെ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. എങ്കിലും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അരിത്മിയയിൽ ഉപയോഗിക്കുന്ന ബീറ്റ ബ്ലോക്ക്. ദെൻ ഇഞ്ചക്ഷൻ ആയിട്ട് മാത്രം കൊടുക്കുന്ന മരുന്നുകൾ IV ഇഞ്ചക്ഷൻ എന്ന് മാത്രം പറഞ്ഞാൽ പറയാം. ഇറ്റ് ഈസ് ഗിവൺ ഓൺലി ആസ് IV. രണ്ട് മരുന്നുകളാണ്. വൺ ഈസ് എസ്മോലോൾ ആണ്. ദെൻ പുതിയൊരു മരുന്നാണ് ലാൻഡിയോലോൾ. സോ രണ്ട് മരുന്ന്, എസ്മോലോൾ ആൻഡ് ലാൻഡിയോലോൾ. ഇനി അരിത്മിയയിൽ ഉപയോഗിക്കുന്നതാണ്, പക്ഷേ ക്ലാസ് 2 ബീറ്റ ബ്ലോക്കർ ആണെന്ന് പറഞ്ഞു. ക്ലാസ് 2ൽ പെടാത്തൊരു ബീറ്റ ബ്ലോക്കർ കൂടിയുണ്ട്. അതിന്റെ പേര് സോട്ടലോൾ എന്നാണ്. ഓക്കെ, പക്ഷെ ഇത് നമ്മൾ ഇവിടെ പറയില്ല. വി വിൽ ഡിസ്കസ് ഇൻ ക്ലാസ് 3. ഇവിടെ ആയിരിക്കും നമ്മൾ അതിനെ പറ്റി പറയാം. ആദ്യം നമുക്കൊരു ഹൃദയം അങ്ങ് വരച്ചേക്കാം. പലപ്പോഴും നമുക്ക് ഉപയോഗം വരും ഹൃദയം പറയുമ്പോൾ, യൂസസ് പറയുമ്പോൾ. ഇത് SA നോഡ്, ഇത് AV നോഡ്, ഇത് ഏട്രിയ, ഇത് വെൻട്രിക്കിൾ, ഇത് രണ്ടും. ഓക്കെ, ഇത്രയും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ബീറ്റ ബ്ലോക്കേഴ്സിന്റെ പ്രവർത്തനം ഏറ്റവും പ്രധാനം ഇൻഹിബിഷൻ ഓഫ് സ്റ്റിമുലേഷൻ ഓഫ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം ഹൃദയത്തിൽ തടയുക. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഹൃദയത്തിൽ എന്തായാലും ചെയ്യുക, ഹൃദയത്തിന്റെ ആക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ്. സോ അത് കൂടുമ്പോൾ അതിനെ തടയുന്നതാണ് ബീറ്റ ബ്ലോക്കേഴ്സിന്റെ പ്രധാനപ്പെട്ട പണി. അപ്പൊ എന്തൊക്കെ തടയും? സോ ഇറ്റ് വിൽ ഡിക്രീസ് ഓട്ടോമാറ്റിസിറ്റി. ഇവിടുത്തെ ഓട്ടോമാറ്റിസിറ്റി കുറയും, ഇവിടുത്തെ ഓട്ടോമാറ്റിസിറ്റി കുറയും. SA നോഡിലെ ഓട്ടോമാറ്റിസിറ്റി, AV നോഡിലെ ഓട്ടോമാറ്റിസിറ്റി കുറയും. ദെൻ ഇവിടെയുള്ള മയോകാർഡിയൽ, ഇവിടെയും മയോസൈറ്റ്സ് ആണ്. കൺട്രാക്ടിലിറ്റി. സോ 2 things ഡിക്രീസ്ഡ് ഓട്ടോമാറ്റിസിറ്റി. എവിടേക്കാണെന്ന് എഴുതുക? SA നോഡ്, AV നോഡ്. ദെൻ ഡിക്രീസ് കൺട്രാക്ടിലിറ്റി കുറയ്ക്കും. ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രവർത്തനം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഉപയോഗം. സോ നമ്പർ 1 യൂസ് ഈസ് ഇൻ സിമ്പതറ്റിക് ടാക്കിക്കാർഡിയ. ഓൾറെഡി നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. ടാക്കിക്കാർഡിയയിൽ സിമ്പതറ്റിക് ടാക്കിക്കാർഡിയ, അവിടെ ഈ മരുന്ന് കൊടുക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ ഇത് ബീറ്റ ബ്ലോക്കേഴ്സിന്റെ മാത്രം ഉപയോഗം പറയാണ്. സോ സിമ്പതറ്റിക് ടാക്കിക്കാർഡിയ അല്ലെങ്കിൽ സൈനസ് ടാക്കിക്കാർഡിയ ഓർ ഇൻ എക്സസൈസ് ഓർ ഇമോഷൻ ഇൻഡ്യൂസ്ഡ്, ഇങ്ങനെയൊക്കെയുള്ള പല കേസുകളിലും നമുക്ക് ബീറ്റ ബ്ലോക്കർ കൊടുക്കാം. ഇനി രണ്ടാമത്തെ ഉപയോഗം ഒരു PSVT എന്ന് വെച്ചാൽ പാരോക്സിസ്മൽ സുപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. ഇതാണ് മുകളിലുള്ളതാണ് സുപ്രാവെൻട്രിക്കുലർ ഓർ SVT എന്നും ചിലപ്പോൾ ഞാൻ പറയത്തുള്ളൂ. PSVT മീൻസ് ചിലപ്പോൾ പെട്ടെന്ന് കൂടുകയും പെട്ടെന്ന് താഴുകയും ചെയ്യുന്നതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. സോ അങ്ങനെയുള്ള പ്രശ്നം പെട്ടെന്ന് കുറയ്ക്കാനല്ല, ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് റിക്കറൻസ് ഓഫ് PSVTക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാം. മൂന്നാമത്തെ ഉപയോഗം SVTയിലാണ്. SVT മീൻസ് ഇവിടെയാണെന്ന് പറഞ്ഞു, സുപ്രാവെൻട്രിക്കുലർ. ഇത് വെൻട്രിക്കിളിന്റെ മുകളിലുള്ളതാണ് സുപ്രാവെൻട്രിക്കുലർ. ഇവിടെയുള്ള ടാക്കിക്കാർഡിയയിലാണ്. സുപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ അട്രിയൽ ഫിബ്രിലേഷൻ വരും, ഫ്ലട്ടർ വരും. സോ ആക്ച്വലി ഇത് തടയാനായിട്ട് ഇതിന് വലിയ എഫിക്കസി ഇല്ല. എങ്കിലും നമ്മളിത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് തടയരുത്. VF നമ്മൾ ഓൾറെഡി പറഞ്ഞു, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഫ്ലട്ടർ ആണ് ഏറ്റവും അപകടകാരി. സോ ദിസ് ക്യാൻ ഡിക്രീസ് ഹിയർ AV നോഡൽ ഓട്ടോമാറ്റിസിറ്റി. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ വഴി വരണം, ഈ വഴി അങ്ങോട്ട് അടച്ചു കഴിയുമ്പോഴത്തേക്കും ഇവിടത്തേക്ക് വരില്ല. അതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം.
ഉപയോഗിക്കാം. ഓക്കെ, സോ ടു കൺട്രോൾ ദ വെൻട്രിക്കുലാർ റേറ്റ്, കൺട്രോൾ വെൻട്രിക്കുലാർ റേറ്റ് ഇൻ എവിടെയാണ് SVT എന്ന് വെച്ചാൽ AF ഓർ ഏട്രിയൽ ഫിബ്രിലേഷൻ. ഇതിൽ നമുക്ക് ഉപയോഗിക്കാം. സ്ലോ ഡൗൺ because they slow down the conduction of AV node. ഇനി ഏറ്റവും കൂടുതൽ പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് ആഫ്റ്റർ എ മയോകാർഡിയൽ ഇൻഫാർഷൻ തുടങ്ങിയ അരിത്മിയ, അതിനുശേഷം ഉണ്ടാകുന്ന അരിത്മിയ ആസ് പ്രൊഫൈലാറ്റിക്, പിന്നീട് വീണ്ടും വരാതിരിക്കാനായിട്ട് പ്രൊഫൈലാറ്റിക് യൂസിന് ഏറ്റവും ബെസ്റ്റ് ബീറ്റ ബ്ലോക്കറാണ്. പ്രൊപ്രാനോളൊക്കെ വൈഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. ടു പ്രിവെന്റ് പോസ്റ്റ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ പേഷ്യൻസ് ടു പ്രിവെന്റ് ദ റിക്കറൻസ് ഓഫ് വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ, വീണ്ടും വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ വരാതിരിക്കാനായിട്ട് തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കുന്നത് നല്ലതാണ്. അഞ്ചാമത്തെ ഉപയോഗം യൂസ്ഫുൾ ഇൻ ലോങ് ക്യൂറ്റി സിൻഡ്രോമിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ആറാമത്തെ ഉപയോഗം സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവിറ്റി കൂടുന്ന ഒരു കേസാണ്, ഒരു ക്യാൻസറാണ് ഫിയോക്രോമോസൈറ്റോമ ക്യാൻസറാണ്. റീനൽ മെഡുലയിലുള്ള ക്യാൻസറാണ്, അഡ്രീനൽ മെഡുലയിലുള്ള ക്യാൻസറാണ്. ദെൻ ഹാലോത്തേൻ എന്ന് പറയുന്ന അനസ്തെറ്റിക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ടാക്കിക്കാർഡിയ, ഹാലോത്തേൻ ഇൻഡ്യൂസ്ഡ് ടാക്കിക്കാർഡിയ. ഡിജിറ്റാലിസ് ഇൻഡ്യൂസ്ഡ് തൈറോടോക്സിക്കോസിസ്, ഡിജിറ്റാലിസ് മൂലം തൈറോടോക്സിക്കോസ് ഉണ്ടാകും, അതുമൂലം ടാക്കിക്കാർഡിയ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിനുപയോഗിക്കാം. ദെൻ അതർ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ മൾട്ടി നോഡുലാർ ഗോയിറ്റർ, സോ തൈറോയിഡ് ഡിസീസസ് മൂലമുണ്ടാവുന്ന ടാക്കിക്കാർഡിയ നമുക്ക് ബീറ്റ ബ്ലോക്കേഴ്സ് ഉപയോഗിക്കാം. ബിക്കോസ് ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ്, ഒന്ന് അതിന്റെ ഫോർമേഷൻ തടയാം, രണ്ട് T4നെ T3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് തടയുന്നു. നമ്മൾ തൈറോയിഡ് റിലേറ്റഡ് ഡ്രഗ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ട എസ്മോലോൾ ആൻഡ് ലാൻഡിയോലോളിനെ കുറിച്ചിട്ടാണ്. രണ്ടും ഷോർട്ട് ആക്ടിംഗ് ആണ്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദീസ് ഹിയർ. രണ്ടും ഷോർട്ട് ആണ്. ഷോർട്ട് ആക്ടിംഗ് എന്നല്ല പറയാ, അൾട്രാ ഷോർട്ട് ആക്ടിംഗ് എന്ന വാക്കാണ് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബ്ലഡിൽ വെച്ചിട്ട് സ്യൂഡോകോളിൻ എസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈമും ലിവറിൽ വെച്ചിട്ട് കാർബോക്സൈൽ എസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈമും, ഈ രണ്ട് എൻസൈം വഴി ആക്ട് ചെയ്തിട്ട് ദിസ് വിൽ ബി ഡീഗ്രേഡഡ്, ദ ഡ്രഗ് വിൽ ബി ഡീഗ്രേഡഡ് ക്വിക്ലി, വേഗം നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ഓൺലി ദീസ് ക്യാൻ ബി ഗിവൺ IV ആയിട്ട് മാത്രമാണ് കൊടുക്കാൻ പറ്റുക. എസ്മോലോളുടെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഓൺലി 9 minutes മാത്രമാണ്, 9 മിനിറ്റ് മാത്രമാണ്. എസ്മോലോളുടെ ഒരു ഡെറിവേറ്റീവ് ആണ് ഈ പുതിയ ലാൻഡിയോലോൾ എന്ന് പറയുന്ന മരുന്ന്. ലാൻഡിയോലോൾ ഈസ് പ്രസന്റ്ലി ദ ഷോർട്ടസ്റ്റ് ആക്ടിംഗ് ബീറ്റ ബ്ലോക്കർ ആന്റിഅരിത്മിക്കിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്ടിംഗ് ആണ്. ആന്റിഅരിത്മിക് അല്ലാതെ എല്ലാ ബീറ്റ ബ്ലോക്കറിലും ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്ടിംഗ് ഈസ് ലാൻഡിയോലോളിന്റെ ആക്ഷൻ ഈസ് ഓൺലി ഫോർ 3 to 4 minutes, 3 to 4 മിനിറ്റ് മാത്രം ഹാഫ് ലൈഫ് ഉള്ളൂ. ആൻഡ് ലാൻഡിയോലോളിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ലാൻഡിയോലോൾ ഈസ് ഓൾസോ ദ ബീറ്റ ബ്ലോക്കർ വിത്ത് മാക്സിമം B1 ഓർ മോസ്റ്റ് കാർഡിയോ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആൻസർ ലാൻഡിയോലോൾ ആണ്. സോ ലാൻഡിയോലോൾ ഏറ്റവും കൂടുതൽ β1 സെലക്ടിവിറ്റി ഉള്ള മരുന്നും ഏറ്റവും കുറഞ്ഞ സമയം പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട പുതിയ മരുന്നാണ് ലാൻഡിയോലോൾ. അവൈലബിലിറ്റി ജപ്പാനിലാണ് ഉള്ളത്, പക്ഷേ യൂറോപ്യൻ യൂണിയനും പല കാര്യങ്ങളിലും അംഗീകരിച്ചിട്ടുണ്ട്, പല ഉപയോഗങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. ഇനി എസ്മലോളും ലാൻഡിയോലോളും കൊടുക്കുന്നത് ഉപയോഗ രീതി ബിക്കോസ് ഓഫ് സെയിം മെക്കാനിസം ആക്ഷൻ തന്നെയാണ്, എങ്കിലും ഉപയോഗിക്കുന്നത് ഫോർ റാപ്പിഡ് കൺട്രോൾ, വേഗത്തിൽ കൺട്രോൾ ചെയ്യാനാണ്. എപ്പോഴാണ് വെൻട്രിക്കുലാർ ഭയങ്കരമായിട്ട് അടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ. ബിക്കോസ് ഓഫ് വാട്ട്? ബിക്കോസ് ഓഫ് ഏട്രിയൽ ഫിബ്രിലേഷൻ ആൻഡ് ഫ്ലട്ടർ. സോ ഇവിടെ നിന്ന് സെയിം ഇതിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുക, അപ്പോൾ ഇങ്ങോട്ടേക്ക് വരില്ല. സെയിം ഉപയോഗം തന്നെയാണ്, പക്ഷെ ഇത് ചെയ്യുന്നത് ഫോർ റാപ്പിഡ് കൺട്രോൾ ഓഫ് വെൻട്രിക്കുലാർ റേറ്റ് ഇൻ ഏട്രിയൽ ഫ്ലട്ടർ ആൻഡ് ഫിബ്രിലേഷൻ. എപ്പോഴാണെന്ന് വെച്ചാൽ പെരി ഓപ്പറേറ്റീവ് ആകാം, സർജറിക്ക് ഇടയിലാകാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ്, സർജറിക്ക് ശേഷമാണ്. ഏത് ഓപ്പറേഷനാണ്? കാർഡിയോ സർജറിക്ക് ഇടയിലും ശേഷവുമൊക്കെ വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ ഫ്ലട്ടർ ഇല്ലാതിരിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുക. ദെൻ വേറൊരു ഉപയോഗം നോൺ കോമ്പൻസേറ്ററി സൈനസ് ടാക്കിക്കാർഡിയയിലാണ്. കോമ്പൻസേറ്ററി സൈനസ് ടാക്കിക്കാർഡിയ നേരത്തെ നമ്മൾ പറഞ്ഞു സൈനസ് ടാക്കിക്കാർഡിയയിലാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഇൻ ജപ്പാനിലെ ദിസ് ഡ്രഗ് ലാൻഡിയോലോൾ ഈസ് അപ്രൂവ്ഡ് ഫോർ യൂസ് ഇൻ വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ. ഇതിന് മാത്രമായിട്ട് ഉപയോഗിക്കാനും ജപ്പാനിൽ അപ്രൂവ്ഡ് ആണ്. എസ്മലോൾ ഇതേ ഉപയോഗങ്ങൾ തന്നെയൊക്കെയാണ് എസ്മലോളിനും. ലാൻഡിയോലോളിന്റെ വേറൊരു ഉപയോഗം കാർഡിയാക് ചാനലോപ്പതിയാണ്. ചാനലോപ്പതീസ്. സോ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അപ്രൂവ്ഡ് ആണ്. ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആണ് ലാൻഡിയോലോൾ. ദെൻ ഇൻഹെറിറ്റഡ്
പാരോക്സിസ്മൽ അരിത്മിയ സിൻഡ്രോം, ഇൻഹെറിറ്റഡ് പാരോക്സിസ്മൽ അരിത്മിയ സിൻഡ്രോം. സോ ഒന്നാണ് കൺജനിറ്റൽ ലോങ് ക്യൂറ്റി സിൻഡ്രോമിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഓൾസോ ഇൻ കാറ്റക്കോളമീൻ ഇൻഡ്യൂസ്ഡ് പോളിമോർഫിക് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. കാറ്റക്കോളമീൻ ഇൻഡ്യൂസ്, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഇൻഡ്യൂസ്ഡ് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗമാണ്. സോ ബീറ്റ ബ്ലോക്കർ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ വരാതിരിക്കാനാണ്, ബിക്കോസ് ഓഫ് സുപ്രാവെൻട്രിക്കുലർ റീസൺസ്. ഇവിടെ ഉണ്ടാകുന്ന അരിത്മിയ മൂലം ഇവിടത്തേക്ക് അത് വരാതിരിക്കാനാണ് പ്രധാനപ്പെട്ട ഉപയോഗം. ബിക്കോസ് ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് ബോത്ത് SA നോഡിനെയും കുറയ്ക്കാം, ഇതും കുറയ്ക്കും. സോ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയയിലുള്ള ഉപയോഗം ഇവിടെ ഇൻഹിബിഷൻ ഉള്ളത് മൂലമാണ്. ഇനി ബീറ്റ ബ്ലോക്കേഴ്സ് ഒഴിവാക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നത് ഹൈപ്പോടെൻഷൻ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക, ഹൈപ്പോടെൻസി പേഷ്യൻ്റ് ആണെങ്കിൽ ഒഴിവാക്കുക. ഡീകോമ്പൻസേറ്റഡ് ഹാർട്ട് ഫെയിലിയർ ഡീകോമ്പൻസേറ്റഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. ഹീമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. WPW സിൻഡ്രോം, വോൾഫ് പാർക്കിൻസൺസ് വൈറ്റ് സിൻഡ്രോമിൽ ഒഴിവാക്കാനാണ് പറയുന്നത്. പക്ഷേ ചില കേസിൽ ക്ലാസ് 1Aയും 1Cയും ഒക്കെ ആയിട്ട് റെസിപ്രോക്കൽ WPW സിൻഡ്രോമിൽ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. പക്ഷെ സാധാരണ രീതിയിൽ ഇത് ഒഴിവാക്കുക. ബിക്കോസ് എല്ലാം പറയുന്നതിന് കാരണം ഇതാണ്, ഇവിടെ AV നോഡൽ കണ്ടക്ഷൻ ഡിലേ ചെയ്യും. സോ ഇത്രയാണ് നമുക്ക് ബീറ്റ ബ്ലോക്കേഴ്സ് ആൻഡ് ക്ലാസ് 2നെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ക്ലാസ് 3യെ പറ്റിയാണ് പറയാനുള്ളത്. ക്ലാസ് 3 മീൻസ് പൊട്ടാസ്യം ചാനൽ ബ്ലോക്കർ. നമുക്ക് പടം ഒന്ന് വരയ്ക്കാം. ഇതാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. സോ ഇവിടെ ആക്ട് ചെയ്യുന്നതാണ് ക്ലാസ് 3 പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നത് തടയുക എന്നുള്ളതാണ്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് ഈസ് അമിയോഡാരോൺ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്. അടുത്ത ഡ്രഗ് ഐബ്യൂട്ടിലൈഡ് ആണ്, പിന്നെ ഒരു മരുന്ന് ഡോഫിറ്റിലൈഡ് ആണ്, ഡി വെച്ചിട്ട് വേറെണ്ണം കൂടി ഉണ്ട്, ഡെറോൺ എന്ന് കേൾക്കുമ്പോൾ ഇതും ഏകദേശം ഒരേപോലുള്ള മരുന്നാണ്. അമിഡാറിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ഡെറോൺ. ദെൻ ഇനിയൊരു പ്രധാനപ്പെട്ട മരുന്ന് സോട്ടലോൾ ആണ്, അപ്പോൾ AIDS എന്ന് ഓർത്താൽ മതി. എയ്ഡ്സ് ഒരു വൈറൽ രോഗമാണല്ലേ, അപ്പോൾ V വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർണാക്കാലാൻഡ് എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടിയുണ്ട്. ഇനി ഫുൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ബ്രെറ്റിലിയം കൂടി എഴുതിയേക്കാം. ബ്രെറ്റിലിയം എന്ന് പറയുന്ന മരുന്ന് കൂടിയുണ്ട്. ഇതിൽ ദിസ് അമിയോഡാരോൺ, ഈ മരുന്ന് A and V വെർണാക്കലാൻഡ്, ഇത് രണ്ടും മൾട്ടി ചാനൽ ബ്ലോക്കറാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിത് പഠിക്കുന്നത് ക്ലാസ് 3 പൊട്ടാസ്യം ചാനൽ ബ്ലോക്കർ എന്ന ഹെഡിങ്ങിലാണ് നമ്മൾ പഠിക്കുക. പക്ഷേ ദിസ് ക്യാൻ ബ്ലോക്ക്, എല്ലാത്തിനെയും ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബ്ലോക്ക് സോഡിയം, ഇറ്റ് ക്യാൻ ബ്ലോക്ക് പൊട്ടാസ്യം, ഇറ്റ് ക്യാൻ ബ്ലോക്ക് കാൽഷ്യം, ആൻഡ് ഈവൻ ഇറ്റ് ക്യാൻ ഹാവ് സം ബീറ്റ ബ്ലോക്കിംഗ് ആക്ഷൻ. സോ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4. സോ എല്ലാ ആക്ഷനും ഉണ്ട്. This is multi-channel blocker. And dofetilide and ibutilide, ഇത് രണ്ടും these are pure K channel blocker, potassium channel blocker. So class 3, pure class 3 ആണ്. potassium channel blocking മാത്രമാണ് ഇവരുടെ ആക്ഷൻ. Sotalol is potassium channel blocker with non-selective beta blocker. ബീറ്റ ബ്ലോക്കിംഗ് ആക്ഷൻ ഉണ്ട്, പക്ഷേ പൊട്ടാസ്യം ചാനൽ ബ്ലോക്കിംഗ് ആക്ഷൻ കൂടുതലുണ്ട്. സോ ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ക്ലാസ് 3 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പൊട്ടാസ്യം ചാനലാണ് അല്ലേ. പൊട്ടാസ്യം ചാനൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാണ് ഫേസ് 3. ഫേസ് 3യിൽ പൊട്ടാസ്യം ഇൻവേർട്ട്ലി റെക്ടിഫൈങ് പൊട്ടാസ്യം ചാനൽസ് ആണ്, അതിനെയാണ് ബ്ലോക്ക് ചെയ്യുക. സോ പൊട്ടാസ്യം ചാനൽസിനെ ബ്ലോക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇൻക്രീസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ കൂടിക്കഴിഞ്ഞാൽ എഫക്റ്റീവ് റിഫ്രാക്ടറി പീരീഡ്, ഞാൻ വീണ്ടും ഒന്നും വരയ്ക്കുന്നില്ല, ഇങ്ങനെ കൂടുന്നു. അപ്പോഴത്തേക്കും ഇത് എഫക്റ്റീവ് റിഫ്രാക്ടറി പീരീഡ് ആണ്, ഇത് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇതൊക്കെ നമ്മൾ ടാക്കിയറിത്മിയയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. സോ അൾട്ടിമേറ്റ്ലി ദിസ് ക്യാൻ ലീഡ്സ് ടു ECGയിൽ നമുക്ക് QT പ്രൊലോങ്ങേഷൻ ആയിട്ടായിരിക്കും വരിക. QT പ്രൊലോങ്ങേഷൻ എന്ന് പറയുമ്പോൾ ഓൾ ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ടോർസെ ഡി പോയിന്റസ്. സോ ഇതിലേക്കാണ് പറഞ്ഞു വരുന്നത്. സോ ഓൾ ക്ലാസ് 3 ഡ്രഗ്സ് ക്യാൻ പ്രൊഡ്യൂസ് ടോർസെ ഡി പോയിന്റസ്. സോ ഇതെല്ലാ മരുന്നിനും സെയിം ആണെന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് നമ്മൾ ചില മരുന്നുകൾ പഠിക്കുമ്പോൾ അത് കുറവാണ് എന്നായിരിക്കും പറയാം. പക്ഷേ എങ്കിലും ക്ലാസ് 3, ക്ലാസ് 1A, ക്ലാസ് 1Cയിലെ ചില പ്രൊപ്പഫിനോൺ, സോ ഇത്രയും മരുന്നുകളാണ് ടോർസെ ഡി പോയിന്റസ് ഉണ്ടാക്കുന്നത് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷെ ഓരോ മരുന്നിലും ഇവിടെ വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ മരുന്നുകൾ റിവേഴ്സ് യൂസ് ഡിപ്പെൻഡൻറ്റ്
use dependent prolongation of ആക്ഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ ഉണ്ടാക്കുക. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ടാക്കിയാരിത്മിയ ട്രീറ്റ്മെന്റിനേക്കാൾ പ്രിവെൻഷൻ ആണ്. സോ പ്രിവെൻഷൻ ആണ് ഇത് ബെറ്റർ. ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുമെങ്കിലും പ്രിവെൻഷൻ ആണ് ഇത് കൂടുതൽ ഗുണം ചെയ്യുന്നത്. അപ്പോൾ ഇനി എവിടേക്ക് ഉപയോഗിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം ജസ്റ്റ് വീണ്ടും വരയ്ക്കാം. ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ഓൾ. ഇവിടെയും ഇവിടെ ഉള്ളതിന് സുപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, ഇത് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. ഈ രണ്ട് കേസിലും ഫ്ലട്ടറും ഫിബ്രിലേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. എസ്പെഷ്യലി if the heart has some damaged heart, മയോകാർഡിയൽ ഇൻഫാർക്ഷനോ അല്ലെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയോ, സോ അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ഇത് നമുക്ക് കൊടുക്കാം. എക്സെപ്റ്റ് ടോർസെ ഡി പോയിന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ സുപ്രാവെൻട്രിക്കുലർ ആൻഡ് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയയിൽ നമുക്ക് ക്ലാസ് 3 ഡ്രഗുകൾ കൊടുക്കാം. ക്ലാസ് 3 മരുന്നുകളിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് തന്നെ ആയിരിക്കും. അതിൻ്റെ പേര് മറ്റൊന്നുമല്ല, അമിയോഡാരോൺ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലാസ് 3 മരുന്നുകൾ and one of the most important anti-arrhythmic drug also. And amiodarone is an iodine ചേർന്ന ഒരു തൈറോയ്ഡ് ഹോർമോൺ റിലേറ്റഡ് മരുന്നാണ്. തൈറോയ്ഡ് ഹോർമോൺ പോലെയാണ്. തൈറോയ്ഡ് ഹോർമോണിലാണ് അയഡിൻ ഉള്ളത്. ഇനി അമിയോഡാരോൺ ഒരു മൾട്ടി ചാനൽ ബ്ലോക്കർ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മൾട്ടി ചാനൽ ബ്ലോക്കർ മീൻസ് എല്ലാ ചാനലുകൾ, സോഡിയം ചാനൽ ബ്ലോക്ക് ചെയ്യാം, ബീറ്റ ബ്ലോക്കിംഗ് ആക്ഷൻ, ദെൻ പൊട്ടാസ്യം ചാനൽ ബ്ലോക്കിംഗ് ആൻഡ് ഓൾസോ കാൽഷ്യം ചാനൽ ബ്ലോക്ക്. ഇതെല്ലാം ചെയ്യും. ഇപ്പം നമ്മളൊന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബ്ലോക്ക് ദി സോഡിയം ഇവിടെയാണ് ഫേസ് 0. സോ ഫേസ് 0 ഡീപോളറൈസേഷൻ താഴത്തേക്ക് കൊണ്ടുവരാം. ദെൻ അമിയോഡാരോൺ നമ്മൾ ഓറലി കൊടുക്കാന്നിരിക്കട്ടെ. സപ്പോസ് വി ആർ ഗിവിംഗ് ദ ഡ്രഗ് ഓറലി, ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം. ബയോ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഓൺലി 30 to 40% ഉള്ളൂ. 30 ആണ് പറയുന്നത്. ഗുഡ്മാൻ ഗിൽമാൻ പറയുന്നത് 30 ആണ്. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ലോങ് ഡേയ്സ്. ദിവസങ്ങളും ആഴ്ചകളും എടുക്കും ഇതിൻ്റെ ഫലം ലഭിച്ചു തുടങ്ങാൻ. ആൻഡ് ദ ഡ്രഗ് ഹാസ് ഹൈ VD, ഭയങ്കര VD-ആണ്. ആൻഡ് ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിലും മരുന്ന് അടിഞ്ഞുകൂടും. ഹാഫ് ലൈഫ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ദാറ്റ് ഈസ് 2 months, 58 days. 58 days ആണ് ഇതിൻ്റെ ഹാഫ് ലൈഫ്. അപ്പോൾ ഇതൊരു സ്ലോ ആക്ടിങ് ഡ്രഗ് ആണ്. പക്ഷേ ലോങ് ആക്ടിങ് ആണ്. പതിയെ പ്രവർത്തിച്ചു തുടങ്ങുള്ളൂ, പക്ഷെ ഒരുപാട് നാൾ പ്രവർത്തിക്കും. ആൻഡ് ദിസ് ഈസ് ദ ലോങ്ങസ്റ്റ് ആക്ടിങ് ആൻറ്റിഅരിത്മിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിയോഡാരോൺ. ആൻഡ് ഇറ്റ് ഈസ് ദ ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്ടിങ് എന്ന് വെച്ചാൽ നമ്മൾ വേറെ മരുന്നാണ് അഡിനോസിൻ എന്ന് എഴുതേണ്ടി വരും. അഡിനോസിൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്തിരി മുമ്പ് കേട്ട ലാൻഡിയോലോളാണ്. ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത് അമിയോഡാരോൺ ആണ്. അത് പോട്ടെ. ആൻഡ് ടോക്സിറ്റി വന്നു കഴിഞ്ഞാൽ, ബിക്കോസ് ഹൈ VD ഉള്ളത് ടോക്സിറ്റി വന്നാൽ നമ്മൾ എന്താ പറഞ്ഞാൽ, ഇറ്റ് കനോട്ട് ബി റിമൂവ്ഡ് ബൈ ഹീമോഡയാലിസിസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഈ മരുന്ന് ഓറലി കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ലോഡിംഗ് ഫേസിൽ കൊടുക്കും, കുറച്ച് ലോഡിംഗ് ഫേസ്. അപ്പോൾ ഹൈ എമൗണ്ട് ഓഫ് ഡ്രഗ്, ഒരു 800 to 1600 milligram per day ആയിരിക്കും ആദ്യത്തെ 2 ആഴ്ച കൊടുക്കുക. പിന്നീട് നമ്മൾ അത് കഴിയുമ്പോഴത്തേക്കും 200 to 300 milligram. സോ ഐഡിയൽ എന്ന് പറയുന്ന ഒരു 200 milligram ആണ് ഈ മരുന്നിൻ്റെ ഡെയിലി. അത്രയും കഴിക്കുന്നതായിരിക്കും ഐഡിയൽ. അത് കഴിഞ്ഞാൽ ദോഷങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ ഇതിൻ്റെ ഏകദേശം ഒരു തെറാപ്യൂട്ടിക് റേഞ്ച് പറയുന്നത് 0.5 to 2 microgram per ml. അത് അത്രയും ബ്ലഡിൽ ഉണ്ടെങ്കിൽ തെറാപ്യൂട്ടിക് റേഞ്ച് ആയിട്ട് കണക്കാക്കും. ഓറൽ കൊടുക്കുമ്പോഴാണ് ലോഡിംഗ് ഡോസ് കൊടുക്കുക. പക്ഷേ ഇഫ് യു ഗിവൺ IV കൊടുക്കുമ്പോഴത്തേക്കും വേഗത്തിൽ തന്നെ ഫലം കിട്ടും. അപ്പോൾ നമുക്ക് എന്താ ഉപയോഗം? IV കൊടുക്കാൻ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് കൊടുക്കാം. ഓറൽ നമുക്ക് പ്രിവെൻഷൻ, ഓറലാണെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. സോ 2 രീതിയിലും നമുക്ക് ഈ മരുന്നുകൊണ്ട് ഉപയോഗമുണ്ട്. ഇനി ദീർഘകാലം തുടർച്ചയായിട്ട് കഴിക്കുന്നത് നമ്മൾ യൂസിലേക്കാണ് വരുന്നത്. യൂസസ് പറയുകയാണെങ്കിൽ തുടർച്ചയായിട്ട്, കണ്ടിന്യൂസ്, ലോങ് ടേം, അതിനാണ് ദീർഘകാലം തുടർച്ചയായിട്ട് നൽകുന്നത്. സഡൻ കാർഡിയാക് ഡെത്ത് ഒഴിവാക്കുമെന്നാണ് പറയപ്പെടുന്നത്. ദെൻ ക്ലാസ് 3 ഈസ് ഇൻഫേമസ് ഫോർ ടോർച്ചർ ഡി പോയിന്റ്സ്. ബട്ട് അമിയോഡാരോൺ ഇപ്പോൾ 200 milligram കഴിക്കുന്നതെങ്കിൽ ടോർച്ച ഡി പോയിന്റ്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ അമിയോഡാരോൺ ബിക്കോസ് ഇറ്റ്സ് എ മൾട്ടി ചാനൽ ബ്ലോക്കർ, അതുകൊണ്ട് ടോർച്ച ഡി പോയിന്റ്സിനുള്ള ചാൻസ് മറ്റ് ക്ലാസ് 3യേക്കാളൊക്കെ കുറവാണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ ഉപയോഗങ്ങൾ എവിടേക്കാണെന്ന് ചോദിച്ചാൽ, വേർ ദീസ് ഡ്രഗ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡ്രഗ് ഓഫ് ചോയ്സ്, ഇൻ VF, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഫ്ലട്ടർ, ആഫ്റ്റർ MIക്ക് ശേഷം നമ്പർ 1 ആണ്. ഓക്കെ, സോ ഫിബ്രിലേഷൻ ഒക്കെ തടയാം. ഇൻ കാർഡിയാക് അറസ്റ്റ്, ഇൻ ACLS അതിന് കൊടുക്കാം. ദെൻ ലിഗ്നോക്കെയിൻ റെസിസ്റ്റന്റ് VF, നമ്മൾ ലിഗ്നോക്കെയിൻ പറഞ്ഞു ഇപ്പോൾ. പക്ഷേ ലിഗ്നോക്കെയിൻ റെസിസ്റ്റന്റ് VF ഒന്നുമില്ല. നമ്മൾ കൊടുക്കുന്നത് വെൻട്രിക്കുലർ ഫിബ്രിലേഷന് ഡ്രഗ് ഓഫ് ചോയ്സ് ഇപ്പോൾ ഇതാണ്, ലിഗ്നോക്കെയിൻ അല്ല. ഓക്കെ, പക്ഷേ പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. ദെൻ ഡിജോക്സിൻ ഇൻഡ്യൂസ്ഡിൽ പറ്റില്ല കേട്ടോ. ഡിജോക്സിൻ ഇൻഡ്യൂസ്ഡ് വെൻട്രിക്കുലർ ഫെയിലിയറിൽ വി കനോട്ട് യൂസ് അമിയോഡാരോൺ എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ദെൻ
അടുത്ത ഉപയോഗം ഡ്രഗ് ഓഫ് ചോയ്സ് തന്നെയാണ്, ടു കൺട്രോൾ ഏട്രിയൽ റിതം ഇൻ ഏട്രിയൽ ഫിബ്രിലേഷൻ. ഏട്രിയൽ ഫിബ്രിലേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഏട്രിയൽ റിതം കൺട്രോൾ ചെയ്യാം. റിതം കൺട്രോൾ ഇൻ ഏട്രിയൽ ഫിബ്രിലേഷൻ. Then we can use the next drug, ibutilide and ofetilide can also be used for this condition. Then amiodarone is also drug of choice in prevention of all types of arrhythmias. എല്ലാ അരിത്മിയയിലും ഉപയോഗിക്കാമെന്ന് എഴുതിയ കാര്യം എളുപ്പമാണല്ലോ. ഇത് ആദ്യമേ പറഞ്ഞൂടെ ചോദിക്കരുത്, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുന്നുള്ളൂ. സോ ഈവൻ FVT, supraventricular tachycardia and also VT, ventricular tachycardia, രണ്ട് കേസിലും amiodarone ഉണ്ട്. ഓക്കെ, എക്സെപ്റ്റ് എവിടെയാണ് ടോർസെ ഡി പോയിന്റ്, അതിൽ കൊടുക്കാൻ പറ്റില്ല. ബാക്കി എല്ലായിടത്തും amiodarone is the drug of choice. അടുത്തത് അമിയോഡാറോണിന്റെ സൈഡ് എഫക്ട്സ് ആണ്. അമിയോഡാറോണിന്റെ അഡ്വേഴ്സ് എഫക്ട്. അമിയോഡാറോൺ സൈഡ് എഫക്ട് ഓർ അഡ്വേഴ്സ് എഫക്ട് ഒരുപാട് പറയാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് വൺ, ദ മോസ്റ്റ് പ്രശ്നം ഉള്ളത് പൾമോണറി ഫൈബ്രോസിസ് അല്ലെങ്കിൽ പൾമോണറി ആൽവിയോളൈറ്റിസ് ഉണ്ടാക്കാം. ബിക്കോസ് ദീസ് ഡ്രഗ്സ് ക്യാൻ ഡിസ്ട്രോയ് ദ ടൈപ്പ് 2 സെൽസ്. ടൈപ്പ് 2 സെൽസിന്റെ പണി സർഫാക്റ്റന്റ് ഉണ്ടാക്കുക. അതിനെ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ സർഫാക്റ്റന്റ് ഇല്ല. സർഫാക്റ്റന്റ് ഇല്ലെങ്കിൽ പൾമോണറി ഫൈബ്രോസിസ് ഉണ്ടാക്കാം. പക്ഷെ ഇത് അപൂർവമാണ്. ആൻഡ് ഡോസ് ഒരു 200 മില്ലിഗ്രാമിൽ താഴെ ഡെയിലി കൊടുക്കുകയാണെങ്കിലും ഈ ചാൻസ് കുറവായിരിക്കും. സോ ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ആൻഡ് റെയർ വൺ ആണ്. ഇനി മരുന്നിൽ രണ്ടാമത്തെ പറയുകയാണെങ്കിൽ അയഡിൻ ഉണ്ട് മരുന്നിൽ. അല്ല, അയഡിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 37% അയഡിനാണ് ഈ ഡ്രഗിനകത്തുള്ളത്. സോ ഇത് വിവിധതരം തൈറോയ്ഡ് അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കാം. ഇറ്റ് ക്യാൻ കോസ് ബോത്ത് ഹൈപ്പർ ആൻഡ് ഓൾസോ ഹൈപ്പോതൈറോയിഡിസം. രണ്ടുണ്ടാകും. നോർമൽ പേഴ്സൺസിൽ അയഡിൻ കൂടുതലായി കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഡിക്രീസ് T3 T4. T3യും T4 ഉണ്ടാക്കുന്നതൊക്കെ കുറയാം, T4നെ T3 ആക്കുന്നതും കുറയാം. സോ ദിസ് ക്യാൻ കോസ് ഹൈപ്പോ. സോ നോർമൽ പേഴ്സൺസിലാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാക്കാം. ഇതിനൊരു പേരുണ്ട്, വോൾഫ് ചെയ്ക്കോഫ് എഫക്ട് എന്നാണ് ഇതിന് പറയുക. ഓക്കെ, ആൻഡ് അയഡിൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരിലാണെങ്കിലോ, അയഡിൻ ഡെഫിഷ്യൻ്റ് ആൾക്കാരിൽ ഇൻക്രീസ് ദ T3 ആൻഡ് T4 പ്രൊഡക്ഷൻ. T3 and T4 പ്രൊഡക്ഷൻ കൂട്ടും. സോ ദിസ് ഈസ് കോൾഡ് ആസ് ജോഡ് ബേസ് ഡോ ഫിനോമിനൻ എന്നാണ് പറയുക. അരിത്മിയുള്ള രോഗികളിൽ ഇത് രണ്ടിലേതെങ്കിലൊക്കെ ഉണ്ടാക്കാം. ഹൈപ്പറോ ഹൈപ്പോ ഒക്കെ ഉണ്ടാക്കാം. ഇനി അയഡിൻ തന്നെ ഉള്ള ഒരു വേറൊരു പ്രശ്നമാണ് സ്കിൻ പിഗ്മെന്റേഷൻ. അയഡിൻ മൂലം ഉണ്ടാകുന്നതാണ്. സ്കിൻ പിഗ്മെന്റേഷൻ ഉണ്ടാക്കാം. അതിന് പർപ്പിൾ മാൻ സിൻഡ്രോം എന്നാണ് പറയുക. പർപ്പിൾ മാൻ സിൻഡ്രോം എന്ന് പറയും. അയഡിൻ മൂലമുള്ള പ്രശ്നമാണ്. നാലാമത്തത് ഈ അമിഡാറോണിന്റെ ഒരു വെറൈറ്റി, മൂന്നാമത്തെ തന്നെയാണ്. അമിഡാറോണിന്റെ ഒരു വെറൈറ്റി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രോനാഡിറോൺ എന്ന് പറയുന്ന പുതിയൊരു മരുന്നാണ്. പക്ഷെ ഇതിനകത്ത് ഈ അയഡിൻ ഇല്ല. അയഡിൻ ഇല്ലാത്തതുകൊണ്ട് ഈ അയഡിൻ മൂലമുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഈ മരുന്നുകൾക്കില്ല. മറ്റു പല സൈഡ് എഫക്റ്റുകളും ഈ മരുന്നിന് കുറവാണ്. ഇപ്പോൾ ഉദാഹരണം പൾമണറി ഫൈബ്രോസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കുറവാണ് ഈ മരുന്ന്. പക്ഷെ ഈ മരുന്നിന് എഫക്റ്റീവ്നെസ് കുറവാണ്, അത്ര ഗുണമില്ല. അമിഡാറോണിന്റെ അത്രയും ഫലവത്തല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നത് കോർണിയൽ മൈക്രോ ഡെപ്പോസിറ്റ്സ്. കണ്ണിനകത്ത് കോർണിയയിൽ മൈക്രോ ഡെപ്പോസിറ്റ്സ് ഉണ്ടാക്കാം അമിയോഡാറോൺ. ഇതിന് വോർട്ടക്സ് കെരാറ്റോപ്പതി എന്നാണ് പറയുക. കെരാറ്റോപ്പതി. കോർണിയനകത്ത് ഇത് മരുന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടി ഒരു പ്രത്യേക ഷേപ്പിലാണ്. ഒരു ഫ്ലവർ ലൈക്ക് മൈക്രോ ഡെപ്പോസിറ്റ്സ് ആണ് ഇൻ ദ കോർണിയ ഓഫ് ദ ഐ. കോർണിയ വെർട്ടിസിലേറ്റ എന്ന് പറയാം. കോർണിയ വെർട്ടിസിലേറ്റ. പക്ഷേ ഇതിലൊരു ഗുണം എന്താ വെച്ചാൽ ഇത് റിവേഴ്സിബിൾ ആണ്. മരുന്ന് നിർത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങ് തീരും. ദെൻ അനദർ പ്രോബ്ലം ഇസ് ഫിഫ്ത്ത് വൺ ഈസ് പെരിഫറൽ ന്യൂറോപ്പതി. പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാക്കും ഈ മരുന്ന്, പ്രത്യേകിച്ച് ഷോൾഡർ അല്ലെങ്കിൽ പെൽവിക് മസിൽ പ്രശ്നങ്ങൾ. ദാറ്റ് മീൻസ് മസിൽ വീക്ക്നെസ് ഇൻ ദ പ്രോക്സിമിറ്റി. സോ പ്രോക്സിമൽ മയോപ്പതി ഉണ്ടാക്കാം. അതാണ് വേറൊരു പ്രശ്നം. ആറാമത്തെ പ്രശ്നം പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കാം. പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ. then it is not that much safe in കരൾ രോഗികൾ, ഹെപ്പാറ്റിക് ഡിസീസ് ഉള്ള ആൾക്കാരിൽ അളവ് കുറയ്ക്കാൻ പറയുന്നില്ല, പക്ഷെ ദിസ് ക്യാൻ കോസ് സം പ്രോബ്ലംസ് ഡെഫിനറ്റ്ലി. കരൾ രോഗസാധ്യതകൾ കൂട്ടാം. ഇനി വേറൊരു പ്രശ്നം, എട്ടാമത്തെ ഒരു പ്രശ്നം മെറ്റബോളിസം ആണ്. അമിയോഡാറോൺ മെറ്റബോളൈസ് ചെയ്യുന്നത് CYP3A4 വഴിയാണ്. സോ CYPയിൽ രണ്ടുതരം എൻസൈം ഇൻഡ്യൂസേഴ്സ് ഉണ്ട്. പല മരുന്നുകളും ഇൻഡ്യൂസേഴ്സ് ആണ്, ചില മരുന്നുകൾ ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ ഇൻഹിബിറ്റേഴ്സ് ആണെങ്കിൽ അമിയോഡാറോണിന്റെ ഗുണം കുറയും, ഇൻഹിബിറ്റേഴ്സ് ആണെങ്കിൽ അമിയോഡാറോണിന്റെ ടോക്സിറ്റി കൂടാം. സോ ടോക്സിറ്റി ഇൻക്രീസ് ചെയ്യാം. സോ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. സോ ഡ്രഗ് ഡോസ് ചേഞ്ച് ചെയ്യുകയോ മരുന്നുകൾ ഒഴിവാക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ഇനി മരുന്നുകളുടെ ഉപയോഗമൊക്കെ പറഞ്ഞു. ഡ്രോണിഡറോൺ ഉപയോഗിക്കുന്നത് SVTയിൽ മാത്രമാണ്. SVTയിൽ പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഡ്രോണിഡറോൺ ഭക്ഷണത്തോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ കൂടും. ബയോ അവൈലബിലിറ്റി അമിയോഡാറോണിന് കുറവാണെന്ന് പറഞ്ഞു, പക്ഷേ ഇതിന്റെ ബയോ അവൈലബിലിറ്റി നമുക്ക് കൂട്ടാം.
ഭക്ഷണത്തോടൊപ്പം കഴിച്ചാൽ മതി. Then this can also cause some liver complaint. Then CHF-ലെ Dronedarone is contraindicated. സോ ഇത്രയാണ് നമുക്ക് അമിയോഡാറോണിനെ കുറിച്ചിട്ടും കുറച്ച് ഡ്രോണിഡാറോണിനെ കുറിച്ചിട്ടും നമുക്ക് പറയാനുള്ളത്. അടുത്ത ക്ലാസ് 3 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൺ ഈ സോട്ടാലോൾ ആണ്. സോട്ടലോൾ അതിന്റെ ഡി ഐസോമർ ഈസ് പൊട്ടാസ്യം ചാനൽ ബ്ലോക്കർ ആണ്. പക്ഷെ അതിന്റെ എൽ ഐസോമർ ഈസ് ബീറ്റ ബ്ലോക്കർ ആണ്. ബീറ്റ ബ്ലോക്കർ എന്ന് വെച്ചാൽ നോൺ സെലക്റ്റീവ് ആണ്. ബീറ്റ 1നെ ബ്ലോക്ക് ചെയ്യാം, ബീറ്റ 2നെയും ബ്ലോക്ക് ചെയ്യാം. പക്ഷെ മരുന്ന് ഇറ്റ് ഈസ് റെസിമിക് മിക്സ്ചർ ആണ്. സോ ദ ഡ്രഗ് ഹാസ് ഗോട്ട് ബോത്ത് ആക്ഷൻ. പൊട്ടാസ്യം ചാനൽ ബ്ലോക്കിംഗ് ആക്ഷൻ ഉണ്ട്, നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കിംഗ് ആക്ഷൻ ഉണ്ട്. രണ്ടും ഉള്ള മരുന്നാണ് സോട്ടലോൾ എന്ന് പറയും. സോട്ടലോളിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം ഇറ്റ് ഈസ് ലിവർ സേഫ് ആണ്. ലിവറിൽ കംപ്ലൈന്റ് ഉള്ള ആൾക്കാർ, നമ്മൾ അമിയോഡാറോണും ഡ്രോണഡറോണും ഒക്കെ പറഞ്ഞു, അതൊക്കെ ലിവർ സേഫ്റ്റി ഇല്ല. സോ ഇതിൽ ലിവർ സേഫ് ആണ്. ലിവർ ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാരിൽ നമുക്ക് കൊടുക്കാം. പക്ഷേ അപ്പോൾ കിഡ്നി സേഫ് അല്ല, കിഡ്നി സേഫ്റ്റി കുറവാണ്. ബിക്കോസ് ദ ഡ്രഗ് ഈസ് എക്സ്ക്രീറ്റഡ് അൺചേഞ്ച്ഡ്. ദെൻ ക്ലാസ് 3നെ പറ്റി പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം QT പ്രൊലോങ്ങേഷൻ. സോ ടോർസൈഡ് പോയിന്റ് ഈ പ്രശ്നമുണ്ട്, ഇത് ഇൻക്രീസ് ചെയ്യാൻ സാധ്യത. ചാൻസ് ഓഫ് ഇൻക്രീസിങ് പ്രിസിപ്പിറ്റേറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ടോർസൈഡ് പോയിന്റ്സ് ഉണ്ടാക്കാം. ദെൻ അമിയോഡാറോൺ പോലെ ഉപയോഗം ഈസ് സിമിലർ ടു അമിയോഡാറോൺ. ക്യാൻ ബി യൂസ്ഡ് ഇൻ ക്രോണിക് ട്രീറ്റ്മെന്റിലാണ്. ക്രോണിക് ട്രീറ്റ്മെന്റ് ഓഫ് AF ആൻഡ് ഓൾസോ VF or AT, atrial tachycardia and also ventricular tachycardia. രണ്ടിനും രണ്ട് സ്ഥലത്തെയും നമുക്ക് ഇവിടെയും ഉപയോഗിക്കാം. അടുത്ത മരുന്നുകൾ നമുക്ക് പറയാനുള്ളത് ക്ലാസ് 3 പറയാനുള്ളത് ഐബ്യൂട്ടിലൈഡ് ആൻഡ് ഡോഫിറ്റിലൈഡ്. ഈ രണ്ട് മരുന്നുകളെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു ബോത്ത് ആർ പ്യുവർ പൊട്ടാസ്യം ചാനൽ ബ്ലോക്കർ. വേറൊരു ആക്ഷൻ ഇല്ല, പൊട്ടാസ്യം ചാനൽ ബ്ലോക്കിംഗ് ആക്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഡിക്രീസ് APD, ആക്ഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ കുറക്കാം. ഫേസ് 0 യാതൊരു ആക്ഷൻ ഇല്ല. ആൻഡ് ഐബ്യൂട്ടിലൈഡിലെ I4 IV, ഇത് IV ആയിട്ട് കൊടുക്കുന്നതാണ്. ആൻഡ് ദിസ് ഈസ് ഓറൽ, വായിലൂടെ ഗുളികയായിട്ട് കൊടുക്കാൻ പറ്റുന്നു. സോ ആക്ഷൻ പൊട്ടാസ്യം ചാനൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഫേസ് 3 ആക്ഷൻ. അപ്പോഴത്തേക്കും ടോർസൈഡ് പോയിന്റ്സ്. വീണ്ടും ഞാൻ പറയുന്നില്ല, ചാൻസസ് റിസ്ക് ഓഫ് TDP ഈസ് ഇൻക്രീസ്ഡ്. ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെയാണ്. സോ ഇറ്റ്സ് യൂസ്ഡ് ഇൻ ദ കൺട്രോൾ ഏട്രിയൽ റിതം ഇൻ ഏട്രിയൽ ഫിബ്രിലേഷൻ. ഏട്രിയൽ ഫിബ്രിലേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ റിതം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഏട്രിയൽ ഫ്ലട്ടർ ഫിബ്രിലേഷൻ. ഓക്കെ, അപ്പോൾ സൈനസ് റിതം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാം. സോ SVTയിലാണ് ഉപയോഗം, ഇവിടെ അല്ല എന്നോർത്തിരിക്കും. ആൻഡ് ഇനി രണ്ട് മരുന്നും കൂടി പറയാനുണ്ട്. വൺ ഈസ് ബ്രെറ്റിലിയം ആണ്. ബ്രെറ്റിലിയം ഇപ്പോൾ കാര്യമായിട്ട് ഉപയോഗത്തിലൊന്നും ഇല്ലാത്ത മരുന്നാണ്. IV ആയിട്ടാണ് കൊടുക്കുന്നത്, റയർ എലമെന്റ് ആണ്. ഓക്കെ, അതിന്റെ പരിപാടി എന്ന് വെച്ചാൽ ആക്ഷൻ ഈസ് മെക്കാനിസം ഈസ് ഇന്റർഫിയർ വിത്ത് റീഅപ്ടേക്ക് ഓഫ് നോറഡ്രിനാലിൻ ട്രാൻസ്പോർട്ടർ, അവിടെയാണ് അതിനെ ബ്ലോക്ക് ചെയ്യുക. അഡ്രിനർജിക് ന്യൂറോൺ ബ്ലോക്കർ ഡ്രഗ് ആണ് ബ്രെറ്റിലിയം ആൻഡ് ഗുവാനിത്തിഡിൻ. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. ആൻഡ് ദ ഡ്രഗ് ക്യാൻ പ്രൊഡ്യൂസ് ഹൈപ്പോടെൻഷൻ, പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കാം. ക്രോണിക് പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ ഉപയോഗത്തിലില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഡ്രഗ് ഈസ് വെർണാക്കലാൻഡ് എന്ന് പറഞ്ഞ മരുന്നാണ്. ഈ മരുന്നും അധികമൊന്നുമില്ല, ഗുഡ്മാൻ ഗിൽമാൻ ഈ മരുന്നിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല ഇപ്പോൾ, പക്ഷേ എങ്കിലും ഉപയോഗിക്കുന്നുണ്ട് പല രാജ്യങ്ങളിൽ. ഇറ്റ്സ് എ മൾട്ടി ചാനൽ ഇൻഹിബിറ്റർ ആണ്. എവിടെയാണ് ഉപയോഗിക്കുക? ടെർമിനേറ്റിംഗ് ഏട്രിയൽ ഫിബ്രിലേഷൻ ആൻഡ് ടു മെയിൻറ്റെയിൻ സൈനസ് റിതം. ഇവിടെ തന്നെ ഏട്രിയൽ ഫിബ്രിലേഷനിലാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം ഏട്രിയൽ റിഫ്രാക്ടറി പീരീഡ് സെലക്റ്റീവ്ലി പ്രൊലോങ്. സോ മരുന്ന് ഇതിൻ്റെ ഏട്രിയലുള്ള റിഫ്രാക്ടറി പീരീഡ് മാത്രം പ്രൊലോങ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നോ എഫക്റ്റ് ഓർ ലെസ് എഫക്റ്റ് ഇൻ വെൻട്രിക്കിൾ. സോ ഇവിടെ വെൻട്രിക്കിൾസിൽ എഫക്റ്റ് ഇല്ല. സോ ദാറ്റ്സ് ഓൺലി ഇൻ SVT, അവിടെ മാത്രം. അതിൽ തന്നെ ഏട്രിയൽ ഫിബ്രിലേഷനിലാണ് ഏറ്റവും അധികം യൂസ്. സോ ഇത്രയാണ് നമുക്ക് ക്ലാസ് 2 ഡ്രഗ്സ് ആൻഡ് ക്ലാസ് 3. ക്ലാസ് 2 ബീറ്റ ബ്ലോക്കർ ആൻഡ് ക്ലാസ് 3 പൊട്ടാസ്യം ചാനൽ ബ്ലോക്കറിനെ കുറിച്ച് നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ക്ലാസ് 4 ആൻഡ് മിസലേനിയസ് ഓർ ക്ലാസ് 5. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.